നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതൊക്കെ സ്വപ്നത്തിൽ ചിന്തിക്കണ്ടല്ലോ, അല്ലാതെ ചിന്തിച്ചാ പോരെ. ജയ്, നീ വെറുതെ എന്നെ സംശയിക്കണ്ട. ഞാൻ ഏത് സമയത്തും മടങ്ങിപ്പോവും. പക്ഷേ ഇവളുടെ കെട്ടിയോനെ നീ സൂക്ഷിച്ചോ. ചിലപ്പോ പാഷാണം വരെ നിനക്ക് കലക്കി തന്നൂന്നിരിക്കും. ജാനകി, ഈ കാരണം കൊണ്ടാ ഞാൻ സ്വന്തമായിട്ട് പാചകം ചെയ്ത് ഭാവനയ്ക്ക് കൊടുക്കുന്നത്, ഞാൻ കഴിക്കുന്നത്. ഓ ജാനകി, എനിക്കറിയാം നീയാണ് ജയെ ചതിച്ചതെന്ന്. എന്നിട്ടിപ്പൊ നീ എന്നെ പ്രതിയാക്കുന്നു. ഇവിടെ ഞാൻ നിന്നെ പ്രതിയാക്കേണ്ട കാര്യമില്ലെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. കാരണം അത്രയ്ക്ക് ദുഷ്ട ചിന്തയാ നിനക്ക് നിന്റെ കെട്ടിയോനും. ജയനിർമ്മല ഒരു മൂലയ്ക്ക് കിടത്തിയിട്ട് ഭാവനെ കൂടെ ഇല്ലാതാക്കിയ പിന്നെ മാനസെ സൂര്യയുടെ തലേ കെട്ടിവെക്കുകയും ചെയ്യാം. അമ്മയ്ക്കും മോക്കും കൂടെ ഈ വീടിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യാം. എന്താ, ശരിയല്ലേ? ജയ, ഇവള് പറയുന്നതൊന്നും നീ വിശ്വസിക്കണ്ട. നമ്മളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി ഇവള് പറയുന്നതാ. പിന്നെ നിങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് ഞാൻ ഇവിടെ കയറി പൊറുക്കാൻ പോവല്ലേ? ജയ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് നീ തന്നെ ഒന്ന് ആലോചിക്കും. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എനിക്കത്രേ പറയാനുള്ളൂ. സൂക്ഷിക്കണേ. ഓടി. ജയതാ വെള്ളം. ഏട്ടത്തി, ഞാനിപ്പോ ഏട്ടത്തി. ഇനിയിപ്പോ നിനക്കെന്നോട് ദേഷ്യവും തോന്നണ്ട. ഇതല്ലാതെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത്. എന്താ മോളെ, ഒന്നും പറയാൻ നീ എവിടെ പോയതാ? ഭാവനെ, നീ എന്തിനാ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ മാനസയും കൊണ്ട് പോയത്? ആന്റിയോട് ചോദിച്ചാ ആന്റി മാനസ എനിക്കൊപ്പം വിടില്ലെന്നറിയാം. അതുകൊണ്ടാ ഞാൻ ചോദിക്കാതെ കൊണ്ടുപോയത്. നീ എവിടേക്ക് അവളെയും കൊണ്ട് പോയത്? മഹേന്ദ്ര ശർമ്മയുടെ അടുത്തേക്ക്. നമ്മളാരും കരുതുന്ന പോലെ ഒന്നുമല്ലമ്മേ കാര്യങ്ങള്. അവര് പറയുന്നായിരുന്നു സത്യം. അവരുടെ മകൻ സുനിൽ ശർമ്മ ഈ നാട്ടിൽ വരാറുമുണ്ട്, മാനസയെ കാണാറുമുണ്ട്. അവസാനം സുനിൽ വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അതുകൊണ്ടാ മാനസയെ തേടി അവരിങ്ങോട്ട് വന്നത്. എന്താ മനസ്സേ, ഈ കേൾക്കുന്നതൊക്കെ സത്യം? അതെ അങ്കിളെ, എന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ടാ ഞാനിത് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. സുനിലിനെ കാണാതാവുമെന്നോ അവന്റെ അച്ഛനും അമ്മയും തേടി വരുമെന്നോ നിന്നെ വന്ന് കാണുമെന്നോ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്നിട്ടിപ്പോ അവരെന്ത് പറഞ്ഞിട്ടാ പോയേ? മാനസ പറഞ്ഞതൊന്നും അവര് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല അങ്കിൾ. മോളെ, ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ? ഈ വിവരം എന്നോടെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നീ പുറത്തു പോകുന്നത് സുനിലിനെ കാണാനായിരുന്നു അല്ലേ?
ഇനിയിപ്പൊ അവരൊന്നും അടങ്ങിയിരിക്കില്ല. ഉറപ്പായിട്ട് സുനിലിനെ കിട്ടുന്നവരെ നമ്മളെ ശല്യം ചെയ്തോണ്ടിരിക്കും. ഈശ്വര, എല്ലാം വരുത്തി വെച്ചത് മാനസയല്ലേ? ഇവള് തന്നെ പരിഹാരം ഉണ്ടാക്കട്ടെ. ഭാവനെ, ഇനി നീ ഈ കാര്യത്തിന് മഹേന്ദ്രനെ കാണാനൊന്നും പോരുത്. മാനസിക്ക് ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, ഇവര് നോക്കിക്കോളും. ഇതിലിടപെടാൻ ഭാവനെ ആരും വിളിച്ചില്ലല്ലോ ജാനകി. വിളിക്കുന്ന എന്തിനാ? പിടിച്ചോണ്ടങ്ങ് പോയാ പോരെ? വല്യമ്മേ വേണ്ട. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വന്തം മകനെ കിട്ടാതെ അവരിവിടുന്ന് പോകുന്നൊന്നുമില്ല. അവരിതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ മാനസികയെ തേടി പോലീസ് ഇവിടെ എത്തിയേനെ. മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞ നിസ്സാര കേസൊന്നുമല്ല. നമ്മൾ സമാധാനം പറഞ്ഞേ പറ്റൂ. ദേവേട്ട, വെറുതെ എന്തിനാ ഇവളെ പറഞ്ഞ് പേടിപ്പിക്കുന്നേ? ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയാ സൂര്യ അത്? നീ ഇതിന്റെ പേരിൽ പോലീസ് ഇവിടെ കയറി ഇറങ്ങോ? ശരിക്കും മാനസപ്പെട്ടല്ലേ മോളെ? അതെ വല്യമ്മേ, അവള് പറയുന്ന കേട്ട് ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി. അപ്പൊ ഇവിടം കൊണ്ടൊന്നും ഈ പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ല. സുനിലിനെ കിട്ടാതെ ഈ പ്രശ്നം സോൾവ് ആവില്ല ആന്റി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ പറയാറില്ലേ മോളെ, അവള് പഠിച്ച കള്ളിയാ. ആളെയും പറഞ്ഞു പറ്റിക്കും, ആളുടെ നിഴലിനെയും പറഞ്ഞു പറ്റിക്കും. അത്രയ്ക്ക് മിടുക്കവക്കുണ്ട്. ഒന്നും കാണാതെ ഭാവന ഇറങ്ങിത്തിരിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വെല്ലിച്ച, ഞാൻ മാനസെ ആദ്യം കണ്ടപ്പോ തന്നെ പറഞ്ഞതാ അവളൊരു ഫ്രോഡാണെന്ന്. ഇപ്പൊ അത് സത്യമായല്ലോ. ആരെയും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല സേതു. ആ സുനിൽ ശർമ്മ മാനസയെ കാണാൻ വേണ്ടി മാത്രം പലതവണ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കേട്ടിടത്തോളം മാനസ സുനിലിനോടായിരിക്കും വിശ്വാസവഞ്ചന കാണിച്ചത്. എന്റെ ഈശ്വര, എനിക്കിതെല്ലാം കൂടി കേൾക്കുമ്പോ എന്റെ ശരീരം വിറയ്ക്കേട്ടാ. ഇത് സിനിമയെ പോലും കാണാത്തതാണല്ലോ നമുക്കിടയിലൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞ് തന്നെയാണോ അതോ ആ കാമുകന്റെ കുഞ്ഞാണോ എന്നാ സംശയം.